ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ചുണ്ണൂറ് ഒട്ടും വയ്യായിരുന്നു, ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ. പക്ഷേ പുറത്തോട്ട് പോകുന്നു എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ആശാൻ അപ്പം തന്നെ കാറിൽ ചാടി കയറും. അങ്ങനെ ദേ നമ്മൾ പുറത്തോട്ട് പോയി കുറച്ച് കുപ്പിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. കാരണം ഉത്സവമൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആണെങ്കിൽ പപ്പനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കൂടുന്ന ദിവസമല്ലേ, പിന്നെ ഉത്സവമൊക്കെ ആകുമ്പോൾ ഇതൊക്കെ പതിവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താണ്ടെ കുറച്ച് ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. മോർഫീസ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടോ വാങ്ങിയത്. എനിക്കിതൊന്നും വലുതായിട്ടൊന്നും അറിയുന്നില്ല, പിന്നെ ഇവർ പറയുമ്പോൾ അങ്ങനെ കൂടെ കൂടും. പിന്നെ അതേ ഒരു കേക്ക് വാങ്ങിച്ചായിരുന്നു, കാരണം കുഞ്ഞിനെ നഴ്സിങ്ങിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു സർപ്രൈസ് ആയിട്ടൊരു കേക്ക് മുറിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കേക്കും വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. സന്തോഷമൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയാണല്ലോ, സർപ്രൈസൊക്കെ ആയിട്ടൊരു കേക്കൊക്കെ മുറിക്കണമല്ലോ, അങ്ങനെയല്ലേ. പിന്നെ ദാണ്ടെ ആ മുറിയിൽ നമ്മളിപ്പോൾ പുതുതായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന മുറിയിൽ ഫാൻ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ഫാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടുന്നതാണത്. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും റെഡിയൊക്കെ ആയിട്ട് ഇതാ ഉത്സവപ്പറമ്പിലേക്ക് പോയി. ഇപ്പോഴത്തെ കൊല്ലത്തെയും പോലെയും തിരക്കൊട്ടും ഉണ്ടായിരുന്നില്ല, ഭയങ്കര കുറവായിരുന്നു തിരക്കൊക്കെ. എനിക്കറിയില്ല, പണ്ടൊക്കെ എല്ലാവരും ഇങ്ങനെ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരുന്നൊരു ഉത്സവമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ തീരെ ആൾക്കാർ പൊതുവെ വളരെ കുറവാണ്. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല, ആൾക്കാരൊക്കെ ചേഞ്ചായി. കാരണം പണ്ടത്തെ ഉത്സവത്തിൻ്റെ വൈബ് ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ചുണ്ണൂന് പനിയാണെങ്കിലും അവന് ഐസ്ക്രീമും അതുപോലെ തന്നെ ബജിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബജി വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് കൊടുത്തു, ഐസ്ക്രീം ഒട്ടും കൊടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ദാണ്ടെ വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞിന് ഉത്സവം കൂടാനുണ്ട്. അവൾ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പത്തെ വർഷത്തേക്ക് ഉത്സവങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദാ പപ്പനയ്ക്ക് വന്നു, നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില്ലടിച്ചിരിക്കുവാണ് അങ്ങനെ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.